ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ ഭർത്താവ് സതീഷിനെ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിന് കൈമാറും. പ്രതിയെ കൊല്ലത്ത് എത്തിച്ച ശേഷം വിട്ടയക്കും. വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ശശികുമാർ ചേരുന്നുണ്ട്. സുലേഖ, ഇന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് സതീഷ് കസ്റ്റഡിയിലായത്. വലിയതുറ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നല്ലോ സതീഷ്. ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. ഇനി എന്താണ് നടപടിക്രമങ്ങൾ? എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘം അല്പസമയം മുൻപാണ് ഈ വലിയതുറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. എന്തായാലും സതീഷിനെ കൈമാറുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ക്രൈംബ്രാഞ്ച് സംഘം പത്തനംതിട്ട ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് സതീഷിനെ കൊണ്ടുപോയി മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ്. സതീഷിനെ ഇപ്പോൾ പുറത്തിറക്കുകയെന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും സതീഷിനെ ക്രൈംബ്രാഞ്ചിനെ കൈമാറിയിരിക്കുന്നു പോലീസ് എന്നുള്ളത് തന്നെയാണ്. സുലേഖയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സതീഷിനെ ഇന്ന് രാവിലെയാണ് പോലീസ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തിന് സതീഷ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറി. സതീഷിന് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സതീഷ് മാധ്യമങ്ങളോട് പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് സതീഷിനെ വലിയതുറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം സതീഷിനെ വലിയതുറ സ്റ്റേഷനിൽ എത്തി കൊണ്ടുപോവുകയാണ്. ഇനി കൊല്ലത്ത് എത്തിച്ച ശേഷം നിലവിൽ സതീഷിന് മുൻകൂർ ജാമ്യമുണ്ട്. അതിനുശേഷം വിട്ടയക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുലേഖ, എന്താണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് കൊല്ലത്ത് കൊണ്ടുചെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുമോ സതീഷിനെ? എന്തായാലും ക്രൈംബ്രാഞ്ചിനെ പോലീസ് കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് സതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും സതീഷിനെ ക്രൈംബ്രാഞ്ചിനെ കൈമാറിയിട്ടുണ്ട്. സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആണ് ഈ കേസ്, കുടുംബത്തിന്റെ പരാതിയിലുള്ള കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മറ്റു നടപടികളിലേക്ക് കടക്കേണ്ടത് ക്രൈംബ്രാഞ്ചാണ്. ഉടനടി തന്നെ ഇത്തരത്തിൽ അന്വേഷണം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ മുൻകൂർ ജാമ്യം ലഭിച്ചതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലാ കോടതി മുൻകൂർ ജാമ്യം കേസിൽ സതീഷിന് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യം ലഭിച്ചതുകൊണ്ട് തന്നെ ഈ സതീഷിനെ അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മുൻകൂർ ജാമ്യം സുലേഖയാണ് തിരുവനന്തപുരത്തുള്ള വിവരങ്ങൾ നൽകിയത്.